ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്ന് അമ്മ വീട്ടിൽ പോവുകയാണ്. ഞങ്ങളിവിടെ കസിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് അമ്മ വീട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കൂടി പോകാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മുവും അച്ചാമ്മയും കൂടിയാണ് ഞങ്ങൾ അമ്മ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, വീടൊക്കെ അടച്ച് എല്ലാവരും വീട്ടിൽ നിന്ന് പോയി. അച്ചാമ്മയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് വന്നത് തേങ്ങ പറക്കാനാട്ടോ. അച്ചാമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളൂ. വരുമ്പോഴൊക്കെ തേങ്ങ പറക്കിക്കൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടപ്പോൾ ഉണ്ട് പുറകിൽ പുളിമരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഉണ്ട് പുളി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ചെമ്മീൻ പുളി നട്ടു തന്നെ പറയുക, പല സ്ഥലത്തും പല പേരാണ്. അത് കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയപ്പോൾ അവിടെ ഈ സീതപ്പഴമില്ലേ, സീതപ്പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. അതിനകത്ത് പഴമൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ടെറസിൽ നോക്കാൻ വേണ്ടി പോയി. ഞങ്ങളെപ്പോൾ അമ്മ വീട്ടിൽ പോയാലും പോകുന്ന സ്ഥലമാണ് കേട്ടോ ഈ ടെറസ്. ഇവിടുന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജംഗ്ഷൻ വരെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഉണ്ട് അച്ചാമ്മ ഞങ്ങളുടെ പുറകിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചാമ്മയ്ക്കാണെങ്കിൽ വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വരുന്നത്. അച്ചാമ്മക്ക് പൊതുവെ അലർജിയാണ്. പക്ഷേ കയറി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഉണ്ട്. ഈ തെങ്ങിൽ നിന്നാണ് കേട്ടോ അച്ചാമ്മ തേങ്ങ പറിച്ചത്. ഇവിടെ നിന്ന് തേങ്ങ താഴെ വീഴ് കിടക്കും. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പോയിട്ട് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പോൾ ഉണ്ട് പ്ലാവിൽ ഇതേ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടാണ് അച്ചാമ്മ പറഞ്ഞത് നമുക്ക് ഈ തേങ്ങ പൊതിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ തേങ്ങ പൊതിക്കുകയാണ്. ഞങ്ങളല്ല കേട്ടോ, അച്ചാമ്മയാണ് തേങ്ങ പൊതിക്കുന്നത്. ഞങ്ങൾ പതിവ് പോലെ നോക്കി നിന്നു അവിടെ. അത് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് തിരിച്ച് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.